അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള കെ ജെ ജോൺസൺ, ക്രൈംബ്രാഞ്ച് DSP അന്വേഷണ ഉദ്യോഗസ്ഥനായ കെ ജെ ജോൺസൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാർ, ഒരു വിധി, അന്തിമ വിധി നാളെയാണ് വരിക. എന്താണ് പ്രതീക്ഷ? ഇപ്പോൾ ഒന്നാം പ്രതിയും മൂന്നാം പ്രതിയും കുറ്റക്കാരാണെന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത്. അതുപ്രകാരം ബന്ധപ്പെട്ട വകുപ്പുകളിലുള്ള പരമാവധി ശിക്ഷ രണ്ട് പ്രതികൾക്കും ലഭിക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ വിശ്വാസം. വലിയൊരു ടീമായിരുന്നു. ആദ്യം ലോക്കൽ പോലീസ്, പിന്നെ ക്രൈംബ്രാഞ്ചിലേക്ക് എത്തുന്നു. ഒപ്പം തന്നെ ഈ പ്രതിഭാഗം തന്നെ ഈ കേസ് നടന്നത്, ക്രൈം നടന്നത് തമിഴ്നാടിലാണെന്ന വാദം വരുന്നു. അത് പൂർണ്ണമായി പൊളിച്ചുകൊണ്ട് നമുക്ക് കോടതിയിൽ ക്രൈമിനെ സംബന്ധിച്ച് വാദം പ്രോസിക്യൂഷൻ നടത്താൻ കഴിഞ്ഞു. അതിൻ്റെ കൂടി ഒരു വിജയമല്ലേ ഇത്? അതെ, അതായത് ഈ കേസ് തമിഴ്നാട് സ്റ്റേറ്റിലേക്ക് മാറ്റുന്നതിന് വേണ്ടി അവർ ആദ്യം മുതൽ ശ്രമിച്ചിരുന്നു. ഈ കൃത്യം നടന്നത് ഗ്രീഷ്മയുടെ വീടായ പളുകൽ, അതായത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ, തമിഴ്നാട് സ്റ്റേറ്റിലുള്ള കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണെന്ന് വാദം അവർ ഉയർത്തി. പക്ഷേ അന്നത്തെ ദിവസം രാവിലെ ഷാരോൺ പോകുന്നത് അയാൾ പാറശാല ലിമിറ്റിലുള്ള കേരള സംസ്ഥാനത്തിനകത്തുള്ള വീട്ടിൽ നിന്നുമാണ്. അതിനുള്ള വ്യക്തമായ തെളിവുണ്ട്. അതുകൂടാതെ തന്നെ ഫോൺ വഴി പ്രലോഭിപ്പിച്ചും വശീകരിച്ചും 364 സെക്ഷൻ അതാണ്. അതിലൂടെയാണ് പിന്നെ മടിച്ചു നിന്ന ഷാരോണിനെ നിർബന്ധപൂർവ്വം വിളിച്ചു വരുത്തുകയാണ് ചെയ്തത്. വിളിച്ചു വരുത്തിയിട്ട് ആണ് ഈ കുറ്റകൃത്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ കുറ്റം തുടങ്ങുന്നതും ആരംഭിക്കുന്നതും മറ്റും സ്റ്റേറ്റിലാണ്, കേരളത്തിലാണ് എന്നുള്ള വാദം നമ്മൾ പ്രോസിക്യൂഷൻ ഭാഗം ഉയർത്തി. അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നെ ഡിസ്ട്രിക്ട് കോർട്ടിലും ഹൈക്കോടതിയിലും അവസാനം സുപ്രീം കോടതി പോയിട്ട് പോലും അവരുടെ വാദം തള്ളുകയാണ്. നമ്മൾ ഈ കേസിൽ രണ്ടാം പ്രതിയായ സിന്ധു മാതാവ് ഈ കേസിൽ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളിയായി എന്നല്ലതല്ല, തെളിവ് നശിപ്പിച്ചു എന്നതാണ് പറഞ്ഞത്. അപ്പോൾ അത് ആ കോടതി ഏത് നിലയ്ക്കാണ് അത് എടുത്തത്? മുഖവിലേക്ക് എടുക്കാത്തതാണോ? അതായത് നമ്മൾ തെളിവുകൾ ശേഖരിക്കുന്നില്ല എന്തെങ്കിലും പിഴവാണോ? ഇല്ല, അവർക്കെതിരെയുള്ള തെളിവുകൾ ഏതൊക്കെ രീതിയിലുണ്ടോ അതെല്ലാ തെളിവുകളും നമ്മൾ പിന്നെ ശേഖരിച്ച് പിന്നെ കോടതി ഹാജരാക്കിയതാണ്. ഇനി എന്താണ് അതിൽ സംഭവിച്ചതെന്നുള്ളത് ഈ 506 പേജുള്ള വിധിന്യായമാണ്. അത് പൂർണ്ണമായും പഠിച്ചതിന് ശേഷമേ ആധികാരികമായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ.